വെൽക്കം ടു സിവിൽ കേരള PSC. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോണത് ട്രേസർ ഓവർസിയർ ഗ്രേഡ് 3 കേരള വാട്ടർ അതോറിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 45/2011 ആണ്. ഇത് പാർട്ട് 1 ആണ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോണത് 50 ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നമുക്കൊരു ഐഡിയ കിട്ടും ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് മുന്നിൽ ചോദിച്ചേക്കണേന്ന്. മുന്നത്തെ ട്രെൻഡ് അനുസരിച്ച് ഈ പേപ്പറിൽ കാണുന്നത് 20 ക്വസ്റ്റ്യനാണ് മെക്കാനിക്കൽ, ബാക്കി 80 ക്വസ്റ്റ്യൻ സിവിലിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ദ ബെസ്റ്റ് മെറ്റീരിയൽ ഫോർ ലേത്ത് ബെഡ് ഈസ് ഓപ്ഷൻ എ കാസ്റ്റ് അയൺ, ഓപ്ഷൻ ബി അലോയ് സ്റ്റീൽ, ഓപ്ഷൻ സി അലൂമിനിയം അലോയ്, ഓപ്ഷൻ ഡി മൈൽഡ് സ്റ്റീൽ. ലേത്ത് ബെഡിലാണ് നമ്മുടെ എല്ലാ എക്യുപ്മെൻറ്റ്സും ലേത്തിൻ്റെ സപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലേക്ക് വരുന്ന വൈബ്രേഷൻസും ടാമ്പിങ്ങും അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. അതുപോലെ തന്നെ അത് നല്ല സ്ട്രോങ്ങും ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലേത്ത് ബെഡ് ഉണ്ടാക്കിയേക്കണ മെറ്റീരിയൽ എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ കൊണ്ടാണ് ഉണ്ടാക്കുക. സോ ദ ഓപ്ഷൻ എ കാസ്റ്റ് അയൺ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് ടൂൾ പോസ്റ്റ് ഓഫ് എ ലേത്ത് ഈസ് ഹെൽഡ് ഓൺ. ഓപ്ഷൻ എ കാരേജ്, ഓപ്ഷൻ ബി സാഡിൽ, ഓപ്ഷൻ സി അപ്രോൺ, ഓപ്ഷൻ ഡി കോമ്പൗണ്ട് റെസ്റ്റ്. നമ്മുടെ ലേത്ത് ബെഡിൽ 3 പാർട്ടാണുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ഹെഡ് സ്റ്റോക്ക്, റൈറ്റ് സൈഡിൽ ടെയിൽ സ്റ്റോക്ക് ആൻഡ് മിഡിൽ പോർട്ടിൽ കാരേജ് ആണ് ഉണ്ടാവുക. ഈ കാരേജിൽ വീണ്ടും കുറച്ച് പാർട്സ് ഉണ്ട്. ഒരു ബോക്സ് ഷേപ്ഡ് ആയിട്ടുള്ള സാഡിൽ ഉണ്ടാവും. സാഡിലിൻ്റെ മുകളിൽ ക്രോസ് സ്ലൈഡ് പ്രൊവൈഡ് ചെയ്യും. ക്രോസ് സ്ലൈഡ് എന്തിനാണ്? പെർപെൻഡിക്കുലർ ഫീഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് സ്ലൈഡ് കൊടുക്കണേ. അതിൻ്റെ മുകളിൽ കോമ്പൗണ്ട് റെസ്റ്റ് ഉണ്ടാവും. കോമ്പൗണ്ട് റെസ്റ്റ് ഒരു ആംഗിളിൽ നമുക്ക് ടൂള് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമ്പൗണ്ട് റെസ്റ്റ് കൊടുക്കുക. ഈ കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ മുകളിലാണ് ടൂൾ പോസ്റ്റ് സെറ്റ് ചെയ്യണേ. അപ്പോൾ ഏതിലാണ് ടൂൾ പോസ്റ്റ് ഇരിക്കണേന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ടൂൾ പോസ്റ്റ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കീവീസ് ഓൺ ദ ഷാഫ്റ്റ് ഈസ് യൂഷ്വലി കട്ട് ബൈ. ഓപ്ഷൻ എ ഷേപ്പർ, ഓപ്ഷൻ ബി സ്ലോട്ടർ, ഓപ്ഷൻ സി പ്ലാനർ, ഓപ്ഷൻ ഡി ലെയ്ത്ത്. നമുക്കറിയാം കീവേസ് കട്ട് ചെയ്യണമെങ്കിൽ അത് നമ്മളൊരു വെർട്ടിക്കൽ ഫീഡാണ് കൊടുക്കേണ്ടത്. വെർട്ടിക്കൽ ഫീഡ് കൊടുക്കുന്നത് ഇതിലേതാ? സ്ലോട്ടർ മാത്രമാണ് വെർട്ടിക്കൽ ഫീഡ് കൊടുക്കണത്. അപ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്ലോട്ടറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷീൻ ടൂൾ ഫീഡ് ഈസ് ഗിവൺ ബൈ ദി ലാറ്ററൽ മൂവ്മെൻറ്റ് ഓഫ് ദ ടൂൾ. ഓപ്ഷൻ എ സ്ലോട്ടർ, ഓപ്ഷൻ ബി ഷേപ്പർ, ഓപ്ഷൻ സി പ്ലാനർ, ഓപ്ഷൻ ഡി മില്ലിംഗ് മെഷീൻ. നമുക്കറിയാം പ്ലാനറിൽ നമ്മൾ ഒരു ഫീഡ് കൊടുക്കാൻ നേരത്ത് മിനിമം 3 ടൂളെങ്കിലും പ്രൊവൈഡ് ചെയ്യും. ഒരു ടൂള് നമ്മൾ ക്രോസ് സ്ലൈഡിലും പിന്നെ 2 കോളത്തിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ പ്ലാനറിൽ ഫീഡ് കൊടുക്കണത്. അപ്പോൾ ഇതിൽ ലാറ്ററൽ മൂവ്മെൻറ്റ് ടൂളിൽ കൊടുക്കുന്നത് ആകെ കൂടി ഇതിൽ പ്ലാനറിൽ മാത്രം ഫീഡ് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ആൻസർ എന്ന് പറയുന്നത് പ്ലാനറാണ്. ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ആർ യൂസ്ഡ് ഇൻ. ഓപ്ഷൻ എ മില്ലിംഗ് മെഷീൻ, ഓപ്ഷൻ ബി ഷേപ്പർ, ഓപ്ഷൻ സി ടറൽ ലേറ്റ്, ഓപ്ഷൻ ഡി ഡ്രില്ലിംഗ് മെഷീൻ. ക്വിക്ക് റിട്ടേൺ മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് സ്ട്രോക്കിൽ കട്ടിങ് നടക്കും. റിവേഴ്സ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഐഡിയൽ സ്റ്റോക്കിൽ കട്ടിങ് നടക്കില്ല. ആ കട്ടിങ് നടക്കാത്ത ആ സ്റ്റേജിൽ നമ്മുടെ ടൂളിനെ പെട്ടെന്ന് നീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെക്കാനിസമാണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം. ഇത് മെയിനായിട്ട് 2 ടൂളിലാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് പ്ലാനറാണ്, വേറൊരു ടൂൾ എന്ന് പറയുന്നത് ഷേപ്പറാണ്. അപ്പോൾ 2 ടൂളിലാണ് മെയിനായിട്ട് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ഉപയോഗിക്കുന്നത്. ആദ്യത്തേന്ന് പറഞ്ഞാൽ പ്ലാനറാണ്, രണ്ടാമത്തേന്ന് പറയുന്നത് ഷേപ്പറാണ്. അപ്പോൾ ഇതിൽ ഷേപ്പർ മാത്രമാണ് ഓപ്ഷനിലുള്ളൂ. അപ്പോൾ ആൻസർ ഷേപ്പർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ റേഡിയസ് ഓഫ് എ ക്രാങ്ക് ഈസ് ആർ, ദ സ്ട്രോക്ക് ഈസ് ഈക്വൽ ടു. നമ്മുടെ സ്ട്രോക്ക് എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഡയാമീറ്ററിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൽ റേഡിയസ് ആണ് നമുക്ക് തന്നേക്കണേ. റേഡിയസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ടൈംസ് ഓഫ് ആറായിരിക്കും സ്ട്രോക്ക് എന്ന് പറയുന്നത്. സ്ട്രോക്ക് ഈസ് ഈക്വൽ ടു ഡയാമീറ്റർ ആണ്. പക്ഷെ ഇതിൻ്റെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 6 തന്നേക്കണേ. അതുകൊണ്ട് 2 ടൈംസ് ഓഫ് ആറായിരിക്കും സ്ട്രോക്ക്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി.
Next question, the component that supplies air fuel mixture to the engine is option A filter, option B injector, option C pump, option D carburetor. നമ്മൾ എയർ ഫ്യൂവൽ മിക്സ്ചർ മെയിനായിട്ട് കൊടുക്കുന്നത് പെട്രോൾ എഞ്ചിനിലാണ്. പെട്രോൾ എഞ്ചിനിൽ എയർ ഫ്യൂവൽ മിക്സ്ചർ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ കമ്പോണൻറ്റിനെ പറയുന്ന പേരാണ് കാർബറേറ്റർ. So the answer is option D, carburetor. If the RPM of an engine is n, number of working stroke per minute in the case of 4-stroke AC engine will be equal to. നമുക്കറിയാം വർക്കിംഗ് സ്ട്രോക്കിന് തന്നെയാണ് പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. 4-stroke എഞ്ചിനിൽ നമുക്ക് പവർ സ്ട്രോക്ക് കിട്ടണമെങ്കിൽ എത്ര RPM ആയിരിക്കണം? n/2 വരുമ്പോഴാണ് നമുക്ക് കിട്ടുക. ഇതിന് പകരം 2-stroke എഞ്ചിനാണ് ചോദിച്ചേക്കണമെങ്കിൽ n ആയിരിക്കും ആൻസർ. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ n/2 ആണ്. Identify the bearing in which one end of the shaft rests within the bearing. Option A roller bearing, option B footstep bearing, option C bushed bearing, option D ball bearing. ഇത് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഒരു എൻഡ് ഷാഫ്റ്റിൽ റെസ്റ്റ് ചെയ്യും, അത് ഏത് ബിയറിങ്ങിലാണെന്നാണ്. ഫുട്സ്റ്റെപ്പ് ബിയറിങ്ങിലാണ് ഒരു എൻഡ് ഷാഫ്റ്റിൻ്റെ റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ഫുട്സ്റ്റെപ്പ് ബിയറിംഗ് ആണ്. ദ ഫങ്ഷൻ ഓഫ് എ ബിയറിംഗ് ഈസ് ടു option A support a shaft transmitting power, option B minimize friction, option C guide or confirm the motion of shaft, option D all of the above. ഇതിലും ബിയറിങ്ങിൻ്റെ ഫങ്ഷൻ ഇതെല്ലാനും വരും. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ് ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെലോസിറ്റി റേഷ്യോ ഓഫ് ബെൽറ്റ് ഡ്രൈവ് ഇഫ് n1 is RPM of driver pulley, n2 RPM of driven pulley, d1 diameter of driver pulley, d2 diameter of driven pulley. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? RPM of driven pulley divided by RPM of driver pulley equal to diameter of driver pulley divided by diameter of driven pulley ആണ്. അപ്പോൾ ഓപ്ഷൻ എ n2/n1 equal to d1/d2 ആയിരിക്കും ആൻസർ. അതല്ലെങ്കിൽ നമുക്ക് പറയാം n2 × d2 equal to d1 × n1 ആണ്. ഇനി the function of jockey pulley is to reduce the tension in the belt, maintain proper tension in the belt, change the direction of rotation of pulley, change the velocity ratio. jockey pulley നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോക്കി പുള്ളി ഉപയോഗിക്കുന്നത്. അത് മെയിനായിട്ട് അതുവഴി ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ടെൻഷൻ നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ മെയിൻറ്റെയിൻ ദ പ്രോപ്പർ ടെൻഷൻ ഇൻ ദ ബെൽറ്റ് ആണ് ആൻസർ. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ബി മെയിൻറ്റെയിൻ പ്രോപ്പർ ടെൻഷൻ ഇൻ ദ ബെൽറ്റ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ ഫോർ ചെയിൻ ഡ്രൈവ്? നോ സ്ലിപ്പ് ടേക്ക് പ്ലേസ്, അബ്സോർബ്സ് എ റിലേറ്റീവ്ലി ഗ്രേറ്റർ ഷോക്ക് ലോഡ് ദാൻ ഗിയർ ഡ്രൈവ്, less noisy than belt drive, more compact than belt drive. ചെയിൻ ഡ്രൈവ് ഇതിൽ പറഞ്ഞത് എന്താ? നമുക്കറിയാം ചെയിൻ ഡ്രൈവ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ സൈക്കിളിലൊക്കെ ഉള്ള ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ചെയിൻ ഡ്രൈവ് ആണ്. അത് ബെൽറ്റ് ഡ്രൈവിനെ വെച്ച് നോക്കുമ്പോൾ ഒന്നും കൂടി നോയ്സി ആയിരിക്കും. ഇതിൽ പറഞ്ഞേക്കുന്നത് പറഞ്ഞേക്കുന്നത് ലെസ് നോയ്സി ആയിരിക്കുന്ന. അപ്പോൾ അതാണ് നോട്ട് ട്രൂ ഫോർ ദ ചെയിൻ ഡ്രൈവ് ആണ്. പിന്നെ ചെയിൻ ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഡ്രൈവാണ്, അതുകൊണ്ട് തന്നെ അതിൽ സ്ലിപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അത് കറക്റ്റാണ് ഓപ്ഷൻ എ. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഗിയർ ഡ്രൈവിനേലും കൂടുതൽ ഷോക്ക് ലോഡ് അത് അബ്സോർബ് ചെയ്യുന്നതാണ്, അതും അത് കറക്റ്റാണ്. അത് ബെൽറ്റ് ഡ്രൈവിനെ വെച്ച് നോക്കുമ്പോൾ മോർ കോമ്പാക്റ്റ് ആണ്. കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് കുറച്ച് സ്പേസിൽ നമുക്കത് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും, അതും കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ലെസ് നോയ്സി ദാൻ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് തെറ്റാണ്. ബെൽറ്റ് ഡ്രൈവിൻ്റെ വലിയ നോയ്സ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ചെയിൻ ഡ്രൈവിൽ അതിനെ വെച്ച് നോക്കുമ്പോൾ ഒന്നും കൂടി നോയ്സ് ഉണ്ടാവും. സോ ഓപ്ഷൻ സി ആണ് തെറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൊഡ്യൂൾ ഓഫ് എ ഗിയർ ഇഫ് ഡി ഈസ് ദ പിച്ച് സർക്കിൾ ഡയമീറ്റർ ഇൻ mm, ടി ഈസ് ദ നമ്പർ ഓഫ്
ടീത്ത് പി സി ഇസ് ദ സർക്കുലർ പിച്ച്. നമുക്കറിയാം മൊഡ്യൂളിൻ്റെ ഇക്വേഷൻ എന്താ? ഡി ബൈ ടി ആണ് ആൻസർ. മൊഡ്യൂൾ ഈക്വൽ ടു എന്താണ്? പിച്ച് സർക്കിൾ ഡയമീറ്റർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടീത്ത് ആണ് മൊഡ്യൂൾ നമുക്ക് തരാം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. അപ്പോൾ കറക്റ്റ്, ഡി ബൈ ടി. ദ സ്റ്റേഷനറി പീരീഡ് ഓഫ് എ ഫോളോവർ ഡ്യൂറിങ് എ പാർട്ട് ഓഫ് ക്യാമ്പ് റൊട്ടേഷൻ ഈസ് കോൾഡ്. നമ്മുടെ ക്യാമ്പ് റൊട്ടേഷനിൽ ഇപ്പോൾ ഫോളോവർ റൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ലിഫ്റ്റ് എന്ന് പറയും. ഫോളോവർ താഴേക്കാണ് പോകണമെങ്കിൽ അത് ഫാൾ എന്ന് പറയും. ഇനി ഫോളോവർ സ്റ്റേഷനറി ആയിട്ടാണ് നിൽക്കണമെങ്കിൽ അതിനെ ഡ്വെൽ എന്ന് പറയും. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നത് എപ്പോഴാണെന്നാണ്. അപ്പോൾ ദ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, ഡ്വെല്ലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആക്സിയൽ ഡിസ്റ്റൻസ് the screw thread advances in one revolution is called. Option A pitch, option B depth, option C lead, option D length ആണ്. നമ്മൾ ഒരു സ്ക്രൂവിൻ്റെ ഒരു റൊട്ടേഷൻ ചെയ്യുമ്പോൾ എന്തോരം ആക്സിയലായിട്ട് ആ സ്ക്രൂ മൂവ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ലീഡ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ലീഡാണ് കറക്റ്റ് ആൻസർ. ഇനി പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ത്രെഡിൻ്റെ ഒരു ക്രസ്റ്റും അടുത്ത ത്രെഡിൻ്റെ ക്രസ്റ്റും തമ്മിലുള്ള ആ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുക. അല്ലെങ്കിൽ റൂട്ട് ടു റൂട്ട്, അല്ലെങ്കിൽ ക്രസ്റ്റ് ടു ക്രസ്റ്റ്, അതിനെയാണ് പിച്ച് എന്ന് പറയുക. ഇനി വിഡ്ത്ത് അക്രോസ് corners of a hexagonal nut if d is the diameter of the bolt in mm. A 1.732 d, option B 1.5 d plus 3 mm, option C 0.8 d, option D 2 d. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് നമ്മുടെ കോർണേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഹെക്സഗണൽ നട്ടിൽ എന്താണെന്നാണ്. സോ ആൻസർ ഓപ്ഷൻ ഡി 2D ആണ് ആൻസർ. ഇപ്പോൾ ഈ കോർണേഴ്സിന് പകരം വിഡ്ത്താണ് ചോദിച്ചേക്കുന്നത്. വിഡ്ത്ത് അക്രോസ് ഹെക്സഗണൽ നട്ടാണെങ്കിൽ 1.5 d plus 3 വരും. ഇതിൽ കോർണേഴ്സ് ചോദിച്ചേക്കുന്നത് കൊണ്ട് 2D വന്നു. ഇപ്പം വിഡ്ത്തിന് അക്രോസ് ആയിട്ടാണ് ചോദിക്കണമെങ്കിൽ 1.5 d plus 3 ആയിരിക്കും. അപ്പോൾ ഇതിലെ ആൻസർ 2D ആണ്. ഓപ്ഷൻ ഡി 2D. A wedge shaped machine element made of mild steel of uniform thickness and tapering in width, driven perpendicular to the axis of the parts to form a detachable rigid joint. Option A spline, option B splotter, option C tip-headed key, option D woodruff key. ഇതിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഒരു വെഡ് ഷേപ്ഡ് എലിമെൻ്റ് ആണ്. മെയ്ഡ് ഓഫ് മൈൽഡ് സ്റ്റീൽ ഓഫ് യൂണിഫോം തിക്നെസ് ആൻഡ് ടേപ്പറിങ് ഇറ്റ്സ് വിഡ്ത്ത്. ഇറ്റ് ഈസ് ഡ്രിവൺ ടു പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് ദ പാർട്സ് ഓഫ് ദ ഡിറ്റാച്ചബിൾ റിഡ്ജ് ജോയിൻറ്റ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ക്വാർട്ടറാണ്. ഇതൊരു ക്വാർട്ടർ എന്ന് പറഞ്ഞൊരു ഒരു ജാതി വെഡ്ജ് ഷേപ്ഡ് ആയിട്ടുള്ള എലിമെൻ്റാണ്. അത് നമ്മൾ ഈ മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് സ്പിഗോട്ട് ജോയിൻറ്റിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്, ക്വാർട്ടർ. അത് നമ്മളത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാർട്ടർ നമ്മൾ ആഡ് ചെയ്യും. ബാക്കിയെല്ലാം കീയുടെ ഒരു പലതരം കീസാണ്. സ്പ്ലൈൻ എന്ന് പറയുന്നതും ഗിബ് ഹെഡഡ് കീ എന്ന് പറയുന്നതും വുഡ്രഫ് കീ എന്ന് പറയുന്നത്. സ്പ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കാസ്റ്റ് ചെയ്ത് പോകുന്നതിനാണ് സ്പ്ലൈൻ. ഗിബ് ഹെഡഡ് കീ എന്ന് പറഞ്ഞാൽ അത് ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കീ ആണ് ഗിബ് ഹെഡഡ് കീ. വുഡ്രഫ് കീ എന്ന് പറയുന്നത് ഒരു സെമി സർക്കുലർ ആയിട്ടുള്ള കീ തന്നെയാണ് നമ്മൾ വുഡ്രഫ് കീ എന്ന് പറയുക. സോ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ക്വാർട്ടറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാർജിനൽ ഡിസ്റ്റൻസ് m of a riveted joint if d is the diameter of rivet. Option A 1.5 d, option B 2d, option C 3d, option D 2d plus 6 mm. നമ്മളോട് ചോദിച്ചേക്കുന്നത് മാർജിനൽ ഡിസ്റ്റൻസ് ഓഫ് റിവറ്റഡ് ജോയിൻ്റ് ആണ്. മാർജിനൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും 1.5 d ആയിരിക്കും. ഓപ്ഷൻ എ 1.5 d ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ് ഓഫ് എ സൈസ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ ലിഫ്റ്റ്, ഓപ്ഷൻ ബി ലോവർ ഡീവിയേഷൻ, ഓപ്ഷൻ സി അപ്പർ ഡീവിയേഷൻ, ഓപ്ഷൻ ഡി ടോളറൻസ്. മാക്സിമം മിനിമം ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ ഡി ടോളറൻസ് ആണ് ആൻസർ. ഇൻ ഡ്രോയിങ് കണ്ടിന്യൂസ് തിൻ ലൈൻസ് ടൈപ്പ് എ ആർ യൂസ് ടു റെപ്രസെൻറ്റ്. ഓപ്ഷൻ എ വിസിബിൾ എഡ്ജ്, ഓപ്ഷൻ ബി ഡയമെൻഷൻ ലൈൻ, ഓപ്ഷൻ സി സെൻട്രൽ ലൈൻ, ഓപ്ഷൻ ഡി ഹിഡൻ ലൈൻ. നമ്മൾ കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് വിസിബിൾ എഡ്ജസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആൻസർ ഓപ്ഷൻ എ വിസിബിൾ എഡ്ജസ് ആണ് കറക്റ്റ് ആൻസർ. ദ സർഫസ് ഏരിയ ഓഫ് എ നോട്ട് ഡ്രോയിങ്
sheet is? Option A 0.5 mm square, option B 1 mm square, option C 1.44 mm square, option D 2 mm square. A0 ഡ്രോയിങ് ഷീറ്റിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 1 mm സ്ക്വയർ ആണ്. A1 ആണെങ്കിൽ 0.5 mm സ്ക്വയർ, A2 ആണെങ്കിൽ 0.25 mm സ്ക്വയർ. The size of letters and numerals are designated by their option A width, option B inclination, option C height, option D line thickness. നമ്മൾ ലെറ്റേഴ്സിൻ്റെയും ന്യൂമറിക് ലെറ്റേഴ്സിൻ്റെയും ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഹൈറ്റ് വെച്ചിട്ടാണ്. സോ ഓപ്ഷൻ സി ഹൈറ്റ് ആണ് ആൻസർ. In 24th question, which of the following statement is against the rule of dimensioning? Option A, dimension lines, extension line and leader line are drawn as continuous thin line. ഇത് കറക്റ്റാണ്. നെക്സ്റ്റ്, പ്രൊജക്ഷൻ ലൈൻ ഷുഡ് നോട്ട് ഡ്രോ ബിയോണ്ട് ദി ഡയമെൻഷൻ ലൈൻ. ഇത് തെറ്റാണ്. കാരണം പ്രൊജക്ഷൻ ലൈന് ഡയമെൻഷൻ ലൈന് ബിയോണ്ട് വരയ്ക്കണം. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. എക്സ്റ്റൻഷൻ ആൻഡ് ഡയമെൻഷൻ ലൈൻ ഷുഡ് നോട്ട് ക്രോസ് ഈച്ച് അതർ അൺലെസ് ദിസ് ഈസ് അൺഅവോയ്ഡബിൾ. ഇത് കറക്റ്റാണ്. ഈച്ച് എഡ്ജ് ഓഫ് ഡയമെൻഷൻ ലൈൻ ഷുഡ് ബി ഡിഫൈൻഡ് ബൈ ആൻ ആരോ ഹെഡ്. അതും ശരിയാണ്. സോ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ബി ആണ് തെറ്റ്. ഇതിൽ തെറ്റ് ഏതാണെന്ന് ചോദിച്ചേക്കണം. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരാം. 25th question, name the name of the conic whose eccentricity is 1. സർക്കിളിൻ്റെ കേസിൽ എക്സെൻട്രിസിറ്റി 0 ആയിരിക്കും. ഹൈപ്പർബോളയുടെ കേസിൽ എക്സെൻട്രിസിറ്റി ഗ്രീറ്റർ ദാൻ 1 ആയിരിക്കും. പിന്നെ പാരബോളയുടെ കേസിലാണെങ്കിൽ എക്സെൻട്രിസിറ്റി ഈക്വൽ ടു 1 ആണ്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി പാരബോള ആയിരിക്കും. ഇനി എലിപ്സിൻ്റെ കേസിൽ എക്സെൻട്രിസിറ്റി വിൽ ബി ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് സ്കെയിൽ ദ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ഇൻ ദ ഡ്രോയിങ് ടു ദി ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ ഫുൾ സ്കെയിൽ, ഓപ്ഷൻ ബി ലീസ്റ്റ് കൗണ്ട്, ഓപ്ഷൻ സി റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ, ഓപ്ഷൻ ഡി ഡയഗണൽ സ്കെയിൽ. അപ്പോൾ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ഇൻ ഡ്രോയിങ് ടു ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് ഫാഷൻ്റെ ഡെഫിനേഷനാണ്. സോ ഓപ്ഷൻ സി റെപ്രസെൻറ്റേറ്റീവ് ഫാഷനാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊജക്ഷൻ മെത്തഡ് ഹാസ് ബീൻ റെക്കമെൻഡഡ് ബൈ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഓഫ് ഒബ്ജക്റ്റ്? ഓപ്ഷൻ എ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ, ഓപ്ഷൻ ബി സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ, ഓപ്ഷൻ സി തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ, ഓപ്ഷൻ ഡി ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്തേക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എബോവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് എബോവ് XY ലൈൻ ആയിരിക്കും. പ്ലാൻ എന്ന് പറയുന്നത് ബിലോ XY ലൈൻ ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, എലിവേഷൻ ഈസ് എബോവ് XY ലൈൻ ആൻഡ് പ്ലാൻ ഈസ് ബിലോ XY ലൈൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വ്യൂ ഡ്രോൺ ടു ഷോ ദ ഇൻറ്റേർണൽ ഡീറ്റെയിൽ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ്? ഐസോമെട്രിക് വ്യൂ, ഒബ്ലിക് വ്യൂ, സെക്ഷണൽ വ്യൂ, ഇൻറ്റേർണൽ വ്യൂ. നമുക്ക് ഇൻറ്റേർണൽ ഡീറ്റെയിൽസ് ഒരു ഒബ്ജക്റ്റിനെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വ്യൂവിലാണ് വരയ്ക്കേണ്ടത്? സെക്ഷണൽ വ്യൂവിലാണ് വരയ്ക്കേണ്ടത്. സോ ഓപ്ഷൻ സി സെക്ഷണൽ വ്യൂ ആണ് ആൻസർ. ഇൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓൾ ദി ഹൊറിസോണ്ടൽ എഡ്ജസ് ആർ ഡ്രോൺ ആസ് ഡാഷ് ഇൻക്ലൈൻഡ് ലൈൻസ് ടു ഹൊറിസോണ്ടൽ. ഐസോമെട്രിക് വ്യൂവിൽ നമ്മളെങ്ങനെയാണ് ഹൊറിസോണ്ടലിന് 30 ഡിഗ്രി ഇൻക്ലിനേഷനാണ് നമ്മൾ വരയ്ക്കുക. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി 30 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബൈറ്റ് കൺസിസ്റ്റ് ഓഫ് ഡാഷ് ബിറ്റ്. നമുക്കറിയാം 8 ബിറ്റ് കൂടുന്നതാണ് ഒരു ബൈറ്റ്. സോ ഓപ്ഷൻ ഡി 8 ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡ്രോ കമാൻഡ് ഇൻ ദ കണ്ടസ്റ്റ് ഓഫ് CAD? നമ്മൾ ഡ്രോ കമാൻഡ് എന്ന് പറഞ്ഞാൽ ലൈന്, സർക്കിള്, അതൊക്കെയാണ് ഡ്രോ കമാൻഡ്. പിന്നെ എൻ്റെ മോഡിഫൈ കമാൻഡാണ് റൊട്ടേറ്റ്, പിന്നെ എക്സ്റ്റെൻഡ് എന്നൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുക, അതൊക്കെ മോഡിഫൈ കമാൻഡാണ്. ഇതിൽ ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത് റൊട്ടേറ്റ്, ലൈൻ, ഹാച്ചിങ്, 3D ഫേസസ് ആണ്. അപ്പം നോട്ട് എ ഡ്രോ കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോ കമാൻഡ് പറഞ്ഞത് ആയിക്കൂടി ലൈൻ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈ റൊട്ടേറ്റ് ആയിക്കോട്ടെ ഹാച്ച് ആയിക്കോട്ടെ വേറെ കമാൻഡ്സ് ആണ്. അതുകൊണ്ടായിരിക്കാം PEC ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വിച്ച് ഈസ് ദ കമാൻഡ് യൂസ് ടു സെറ്റ് ഓർ ചേഞ്ച് ദ ലോവർ ലെഫ്റ്റ് കോർണർ ആൻഡ് അപ്പർ റൈറ്റ് കോർണർ ഓഫ് ദ റെക്റ്റാങ്കുലർ ഡ്രോയിങ് ഏരിയ ഓൺ ദി കമ്പ്യൂട്ടർ സ്ക്രീൻ? നമുക്ക് ലോവർ ലെഫ്റ്റ് കോർണറും അപ്പർ റൈറ്റ് കോർണറും സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓട്ടോകാഡിൽ ഉപയോഗിക്കുന്ന കമാൻഡാണ് ലിമിറ്റ് എന്ന് പറയുന്ന കമാൻഡ്. സോ ഓപ്ഷൻ ബി ലിമിറ്റ് ആണ്.
യൂണിറ്റ് നമ്മൾ യൂണിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏരിയ നമുക്കൊരു പർട്ടിക്കുലർ ഫിഗർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട്. സൂം എന്ന് പറയുന്നത് നമുക്ക് ആ പർട്ടിക്കുലർ ഫിഗർ സൂം ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്കൊന്നും കൂടി കാണാൻ വേണ്ടിയിട്ട് സൂം ചെയ്യും. ഇതിനാണ് സൂം കമാൻഡ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കമാൻഡ് യൂസ് ടു റീസ്റ്റോർ ഓൾ എൻറ്റിറ്റീസ് erased by most recent erase command. ഓപ്ഷൻ എ ഓർത്തോ, ഓപ്ഷൻ ബി സ്നാപ്പ്, ഓപ്ഷൻ സി ഊപ്സ്, ഓപ്ഷൻ ഡി റിക്കവർ. ഊപ്സ് കമാൻഡാണ് മോസ്റ്റ് റീസെൻ്റ്ലി ഇറേസ് ചെയ്ത കമാൻഡ്സ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ഊപ്സ് ആണ്. ഓർത്തോ കമാൻഡ് പെർപെൻഡിക്കുലർ, ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ടുള്ള പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓർത്തോ കമാൻഡ് ഉപയോഗിക്കുന്നത്. സ്നാപ്പ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇതിൽ നിന്ന് നമുക്ക് പർട്ടിക്കുലർ പോയിന്റിലേക്ക് നമുക്ക് സ്നാപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്നാപ്പ് കമാൻഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മോഡിഫൈ കമാൻഡ് അലൗസ് യു ടു കട്ട് ഓഫ് അൺവാണ്ടഡ് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ്. ഓപ്ഷൻ എ കട്ട്, ഓപ്ഷൻ ബി ട്രിം, ഓപ്ഷൻ സി എക്സ്റ്റെൻഡ്, ഓപ്ഷൻ ഡി മൂവ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ട്രിം ആണ്. മൂവ് കമാൻഡ് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സ്റ്റെൻഡ് കമാൻഡ് നമുക്ക് ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓർത്തോ മോഡ് ensures that all the lines are drawn equally spaced, vertical or horizontal, parallel, equally inclined. നേരത്തെ പറഞ്ഞ ഓർത്തോ കമാൻഡ് വെർട്ടിക്കലും ഹൊറിസോണ്ടലും വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഓപ്ഷൻ ബി വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ ആണ് ആൻസർ. എ കമാൻഡ് വിച്ച് ഈസ് യൂസ് ടു പിക്ക് അപ്പ് end point, mid point, tangent of entities very precisely with geometrical accuracy. Option A grid, option B OSNAP, ഓപ്ഷൻ സി സൂം, ഓപ്ഷൻ ഡി ഡയമെൻഷൻ. ഇതിൽ ഗ്രിഡ് കമാൻഡ് നമുക്ക് ഗ്രിഡ് കാണാൻ വേണ്ടിയിട്ടാണ്, സൂം കമാൻഡ് സൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡിം കമാൻഡ് നമുക്ക് ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓസ്നാപ്പാണ് നമുക്ക് എൻഡ് പോയിൻറ്റും മിഡ് പോയിൻറ്റും ഒക്കെ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി ഓസ്നാപ്പാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലോസ്ഡ് ഫിഗേഴ്സ് ഓഫ് എ സിംഗിൾ entity of any shape that can be created with lines and arc can be drawn by the command polygon, multi-line, solid, polyline. സോ ആൻസർ പോളിലൈനെ വെച്ചിട്ടാണ് നമുക്ക് ലൈൻസും ആർക്കും ഒരുമിച്ച് വരയ്ക്കാൻ പറ്റുക. ഒരൊറ്റ സിംഗിൾ യൂണിറ്റി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് പോളിലൈൻ വെച്ചിട്ടാണ്. സോ ഓപ്ഷൻ ഡി പോളിലൈനാണ് ആൻസർ. പ്രൈമറി സ്റ്റോറേജ് കമ്പോണൻറ്റ് യൂസ്ഡ് ഇൻ ദ CPU ഓഫ് കമ്പ്യൂട്ടർ ഈസ് ഓഫ്റ്റൻ റെഫേർഡ് ടു as ഓപ്ഷൻ എ റോം, ഓപ്ഷൻ ബി റാം, ഓപ്ഷൻ സി CD, ഓപ്ഷൻ ഡി ഫ്ലോപ്പി ഡിസ്ക്. പ്രൈമറി സ്റ്റോറേജ് യൂണിറ്റ് ഓഫ് CPU എന്ന് പറയുന്നത് റാം ആണ്. സോ ഓപ്ഷൻ ബി റാം ആണ് ആൻസർ. The software that controls the CPU and peripherals like keyboard, disk drive, screen, mouse, etc. are called. Option A operational software, option B application software, option C user software, option D CAD software. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ഓപ്പറേഷൻ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് നമ്മൾക്ക് CPU, പെറിഫറൽസ് ലൈക്ക് കീബോർഡ്, ഡിസ്ക് ഡ്രൈവ്, സ്ക്രീൻ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. 41ാമത്തെ ക്വസ്റ്റ്യൻ, 1 മീറ്റർ സ്ക്വയർ ഇസ് ഈക്വൽ ടു. ഇത് നമ്മുടെ PSC ക്യാൻസൽ ചെയ്തതാണ്. 1 മീറ്റർ സ്ക്വയറിൽ ഒന്നിനോടും ചേർന്നില്ല, അതുകൊണ്ടായിരിക്കാം PSC ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 മില്ലി ഈസ് ഈക്വൽ ടു. 1 മില്ലി നമുക്കറിയാം 10⁻³ ആണ്. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. യൂണിറ്റ് ഓഫ് വെയ്റ്റ് ഇൻ SI സിസ്റ്റം. SI സിസ്റ്റത്തിലെ വെയ്റ്റിൻ്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ ആണ്. സോ ഓപ്ഷൻ ബി ന്യൂട്ടൺ ആണ് കറക്റ്റ് ആൻസർ. സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ ഹാവിംഗ് റേഡിയസ് R ആൻഡ് ഹൈറ്റ് H. നമുക്കറിയാം സർഫേസ് ഏരിയ ഓഫ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ 2 സർക്കിൾ ഉണ്ടാവും. അപ്പോൾ πr² + πr² കഴിയുമ്പോൾ നമുക്ക് 2πr² എന്ന് കിട്ടും. പിന്നെ അതിൻ്റെ സർക്കംഫറൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് 2πr × H കിട്ടും. അപ്പോൾ ഓപ്ഷൻ എ 2πr × R + H ആയിരിക്കും ആൻസർ വരാം. സോ ഓപ്ഷൻ എ 2πr × R + H ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ എന്താണ്? 1 ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് സോൾവെൻറ്റ് ഇൻ ഓയിൽ പെയിൻറ്റ്. ഓയിൽ പെയിൻറ്റിന് നമ്മൾ ഉപയോഗിക്കുന്ന മോസ്റ്റ് കോമൺലി യൂസ്ഡ് സോൾവെൻറ്റ് എന്ന് പറയുന്നത് ടെർപ്പൻറ്റൈൻ ആണ്. സോ ഓപ്ഷൻ ബി ടെർപ്പൻറ്റൈൻ ആണ് ആൻസർ. ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഇംപ്യൂരിറ്റീസ് അഡ്ഹറിങ് ടു അയൺ ഓർ ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ സ്മെൽറ്റിംഗ്, ഓപ്ഷൻ ബി ഡ്രസ്സിങ്, ഓപ്ഷൻ സി റോസ്റ്റിംഗ്, ഓപ്ഷൻ ഡി കാൽസിലേഷൻ. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന റിമൂവൽ ഓഫ് ഇംപ്യൂരിറ്റീസ് അഡ്ഹറിങ് ടു അയൺ ഓറിനെയാണ് നമ്മൾ ഡ്രസ്സിംഗ് എന്ന് പറയാം. ഇത് ഫസ്റ്റ് പ്രോസസ്സാണ് അയൺ ഓർ നമ്മൾ എടുക്കണതിൻ്റെ, അത് ഡ്രസ്സിംഗ് എന്നാണ് പറയുക. ഓപ്ഷൻ ബി ഡ്രസ്സിംഗ് ആണ് ആൻസർ. ദ ഫൗണ്ടേഷൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് എ തിക്ക് RCC സ്ലാബ് കവറിംഗ് ദ ഹോൾ ഏരിയ ടു സപ്പോർട്ട് ഹെവി കോൺസെൻട്രേറ്റഡ് ലോഡ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ സ്പ്രെഡ് ഫൂട്ടിംഗ്, ഓപ്ഷൻ ബി കമ്പൈൻഡ് ഫൂട്ടിംഗ്, ഓപ്ഷൻ സി റിലീസ് ഫൂട്ടിംഗ്, ഓപ്ഷൻ ഡി ഡ്രാഫ്റ്റ് ഫൂട്ടിംഗ്.
ഇത് നമുക്ക് ഒരൊറ്റ RCC തിക് സ്ലാബ് ഹോൾ ഏരിയയിൽ കവർ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ഓർഡർ ടു സപ്പോർട്ട് ഹെവി കോൺസെൻട്രേറ്റഡ് ലോഡ്. അത് നമ്മുടെ റാഫ്റ്റ് ഫൗണ്ടേഷനാണ്. ഓപ്ഷൻ ഡി റാഫ്റ്റ് ഫൗണ്ടേഷനാണ് ആൻസറായിട്ട് വരാം. ഇനി സ്പ്രെഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇതിൽ സ്പ്രെഡ് ചെയ്തേക്കണം ഫുട്ടിങ്. കമ്പൈൻ ഫുട്ടിംഗ് എന്ന് പറഞ്ഞാൽ 1-2 കോളംസിനെ ഒരുമിച്ച് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പൈൻ ഫുട്ടിങ് കൊടുക്കണം. റിലേജ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഭയങ്കര കുറവും വാട്ടർ ടേബിൾ ഭയങ്കര കൂടുതലായിരിക്കും. എന്നാൽ സ്റ്റീൽ സ്ട്രക്ചർ പോലെയുള്ള സ്ട്രക്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ, ഹെവി ലോഡഡ് ആയിട്ട് സ്റ്റീൽ റിലേജ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിലേജ് ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ റാഫ്റ്റ് ഫൗണ്ടേഷൻ ഒരൊറ്റ സ്ലാബ് വഴി നമ്മൾ ഹോൾ ഏരിയനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷനാണ് ഉപയോഗിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ ചെക്കിംഗ് ദ വെർട്ടിക്കാലിറ്റി ഓഫ് മേസണറി വാൾ? നമ്മൾ പ്ലം ബോബ് വെച്ചിട്ടാണ് ഒരെണ്ണത്തിൻ്റെ വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്ലം ബോബ്. സ്പിരിറ്റ് ലെവൽ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലെ ആൻസർ ഓപ്ഷൻ എ പ്ലം ബോബാണ്. എ പൈൽ വിച്ച് ഇസ് പ്രൊവൈഡഡ് വിത്ത് എ ബൾബ് ഫിൽഡ് വിത്ത് കോൺക്രീറ്റ് അറ്റ് ഇറ്റ്സ് ലോവർ എൻഡ് ഈസ് നോൺ എസ് ഫെൻഡർ പൈൽ, ഫ്രാങ്കി പൈൽ, മാക്കാദർ പൈൽ ആൻഡ് നൺ ഓഫ് ദിസ്. ഇത് PSC ക്യാൻസൽ ചെയ്തേക്കുന്ന ക്വസ്റ്റ്യനാണ്. കാരണം ഇതൊരു മാക്കാദർ പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേസ്ഡ് പൈലിൽ ബൾബ് താഴെ വരുന്ന കേസാണ് മാക്കാദർ പൈൽ. ഫ്രാങ്കി പൈൽ എന്ന് പറയുന്നത് അൺകേസ്ഡിൽ വരുന്ന ആൻസറാണ്. ഫെൻഡർ പൈലിലും ബൾബ് താഴെ വരും. ഇതൊക്കെ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കൊണ്ടായിരിക്കാം PSC ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് പാർട്ട് 1. 50 ക്വസ്റ്റ്യൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.